നമസ്കാരം ശ്രീജി സാർ. മുനമ്പം വിഷയത്തിൽ അതിൻ്റെ തുടക്കം മുതൽ അവിടുത്തെ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും. ഇപ്പോൾ ഈ ബില്ല് പാസ്സായതിനു ശേഷം രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം BJP നിന്നു, ബില്ല് പാസ്സായ ഉടനെ അവരുടെ എല്ലാ അവകാശങ്ങളും വീണ്ടെടുത്തു കൊടുക്കുമെന്നാണ്. ഇതിനെക്കുറിച്ച് താങ്കളുടെ നിലപാട് എന്താണ്? നമസ്കാരം അഖില. കേരളത്തിൽ ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ വിഷയം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിപത്ത് എന്ന് പറയാവുന്നത് മുനമ്പം വിഷയമാണെന്ന് നമുക്കറിയാം. മുനമ്പത്തുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ലെജിറ്റിമേറ്റ് ആണ്. അവിടെ ഏതെങ്കിലും ഒരു വഖഫ് ഭൂമി കയ്യേറാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ആൾക്കാരല്ല അവിടെയുള്ളത്. മറിച്ച് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണോ ലാൻഡ് ട്രാൻസാക്ഷൻ നടക്കുന്നത് അതേ രീതിയിൽ തന്നെ അവരുടെ അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന പണം കൊടുത്ത് ഫറൂഖ് കോളേജിൽ നിന്നാണ് ആൾക്കാർ അവിടെ സ്ഥലം വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലം അവർ വാങ്ങി അവരുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്യുന്നു. അതിൻ്റെ പേരിൽ അവർ ലാൻഡ് ടാക്സ് അടക്കം അവർ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് പൊടുന്നനെ 2022 അവർക്ക് അവിടെ ടാക്സ് അടയ്ക്കാനായിട്ടുള്ള മാർഗ്ഗമില്ല എന്നും അത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലേക്കുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആരോടൊപ്പം നമ്മൾ നിൽക്കണം, ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതാണ്. അപ്പോൾ ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്, ഒരിക്കൽ വഖഫ് ആണെങ്കിൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല, എല്ലാ കാലത്തേക്കും വഖഫാണ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ഒരു പ്രോപ്പർട്ടിയെ നിശ്ചയിക്കുക എന്നുള്ള ഇതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ഈ പണം കൊടുത്ത് ഇത് വാങ്ങിയിരിക്കുന്നത് ഫറൂഖ് കോളേജിൽ നിന്നാണ്. ഫറൂഖ് കോളേജിന് ആ പ്രോപ്പർട്ടി കിട്ടിയിരിക്കുന്നത് സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ഒരാൾ കൊടുത്തിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഭൂമിയാണ്. അത് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നോ മറ്റുമാണ്. ആ ആളിന് കിട്ടിയിരിക്കുന്നത് തിരുവിതാംകൂർ കൊട്ടാരം, ഇവിടുത്തെ രാജകുടുംബം ലീസായി കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം, നിങ്ങൾക്ക് ലീസായിട്ട് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി, നിങ്ങളുടേതല്ലാത്ത ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് വഖഫാക്കി മാറ്റാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. അവിടെ തന്നെ ഈ പ്രശ്നം ഒരുപക്ഷെ ഇത് വഖഫ് അല്ല എന്ന രീതിയിലേക്ക് പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ മുനമ്പത്തുള്ള ആൾക്കാരുടെ ദൗർഭാഗ്യം എന്ന് പറയാം, അതങ്ങനെ പ്രശ്നമായിട്ട് തുടർന്നു പോകുന്നു. അപ്പോൾ പിന്നീട് എങ്ങനെയാണ് ഇവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കുക? ആ സൊല്യൂഷൻ കൊടുക്കുക എന്ന് പറയുന്നത് കേവലം ചർച്ചകളിൽ കൂടി പരിഹരിക്കാൻ കഴിയുന്നതല്ല. കാരണം ഏതെങ്കിലും നേതാക്കളോ രാഷ്ട്രീയ പാർട്ടികളോ സമുദായങ്ങളോ ഒക്കെ തന്നെ ചർച്ച ചെയ്തതുകൊണ്ട് അവർക്ക് വീണ്ടും അവിടെയുള്ള റവന്യൂ റൈറ്റ്സ് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. റവന്യൂ റൈറ്റ്സ് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുകയും ആ പ്രോപ്പർട്ടി അവരുടേതാണ് എന്ന് സർക്കാരിന് ബോധ്യമുണ്ടാവുകയും അവരിൽ നിന്ന് ടാക്സ് സ്വീകരിക്കുകയും ചെയ്യണമെങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ള അവകാശം ആ ഭൂമിയിൽ ഉണ്ടാകണം. അപ്പോൾ അതിൽ ആ പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയാണ്, ആരൊക്കെയാണ് അവരോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ഒരു ലോ മേക്കിംഗ് ആണ് പരിഹാരം. പക്ഷെ ആ ലോ മേക്കിംഗ് എന്ന് പറയുന്നത് വഖഫ് ആക്ട് ഒരു സെൻട്രൽ ആക്ട് ആണ്, യൂണിയൻ ആക്ട് ആണ് എന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനൊക്കെ തന്നെ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ആരുടെയൊക്കെയോ കണ്ണിൽ പൊടിയിടുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈക്കോടതി തന്നെ ഒരു ഉത്തരവിൽ കൂടി ആ കമ്മീഷനെ റദ്ദ് ചെയ്തിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് കൊണ്ടോ ആ കമ്മീഷന് തീരുമാനമെടുക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളോ അല്ല മുനമ്പത്തുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവായിട്ട് യാതൊരു വിധത്തിലുള്ള ശ്രമവും അവിടെ ഉണ്ടാകുന്നില്ല. പിന്നെ രണ്ട് പാർട്ടികൾ ഏതൊക്കെയാണ്? CPM മാറിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ആണ്, BJP ആണ്. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? കോൺഗ്രസിന്റെ നിലപാട് അത് വഖഫ് ഭൂമിയാണ് എന്നത് തന്നെയാണ്. എന്നാൽ അവിടെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് പറയും. ഇപ്പൊ കരയുകയും വേണം, ചെരി നന്നാവുകയും വേണം എന്നൊക്കെ പറയുന്ന രീതിയിലത്തേക്കുള്ള പ്രശ്നമാണ്. ഈ വഖഫ് ആക്ട് ആണ് എങ്കിൽ ഇവർക്ക് അവിടെ സമാധാനമായിട്ട് താമസിക്കാൻ കഴിയില്ല. അവർക്ക് അവിടെ സമാധാനമായിട്ട് താമസിക്കണമെങ്കിൽ അത് വഖഫ് ഭൂമി ആവുകയുമില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്നത് അവരുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികളിൽ നിന്നാണ്. അപ്പോൾ അവരെന്താണ് പറയുക? ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല. ഇനി അങ്ങനെ പറയുന്നതിന് പകരം ഇത് വഖഫ് അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ വളഞ്ഞു മൂക്കിൽ പിടിക്കുന്ന രീതിയിലത്തേക്കും എന്നാൽ വഖഫ് റൈറ്റ്സ് അവിടെ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലത്തേക്കാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനാണെങ്കിൽ എന്ത് ചെയ്യും? ഈ മുനമ്പത്ത് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയും. പക്ഷെ തിരിച്ച് ഇവിടെ നമ്മുടെ കേരള അസംബ്ലിയിൽ വരുമ്പോൾ അവിടെയുള്ള പാർട്ടികൾ ആരൊക്കെയാണ്? ഇടതുപക്ഷവും കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ UDF മാത്രമാണ്. ഇവരെല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഒന്നിച്ച് ഒരു പ്രമേയം പാസ്സാക്കുകയാണ്. ആ പ്രമേയത്തിൽ പറയുന്നത് ഈ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ്, അതല്ല എങ്കിൽ അങ്ങനെയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് കേന്ദ്രം കൊണ്ടുവരുന്ന വഖഫ് അമെൻമെന്റ് ബില്ലിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ പ്രമേയം പാസ്സാക്കുന്നത് വഖഫ് അമെൻമെന്റ് ബില്ലിനെ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇഫക്റ്റീവ്ലി അവർ ചെയ്യുന്നത് മുനമ്പത്തെ പ്രശ്നത്തിൽ മുനമ്പത്തെ ജനങ്ങളോടൊപ്പമല്ല ഞങ്ങൾ എന്ന് പരോക്ഷമായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് BJP എടുക്കുന്ന പൊസിഷൻ എന്താണെന്ന് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ വിഷയത്തിൽ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം.
അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ തന്നെ BJP ഇവിടെ രണ്ട് നിലപാട് സ്വീകരിക്കുന്നില്ല. BJP മുനമ്പത്തുള്ള ആൾക്കാരോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ BJP ഒരു പുതിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം പുനഃസംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിന് കോൺഗ്രസും CPM-ഉം ചെയ്യുന്നില്ല ഒന്നും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ചെയ്യുന്നു. നോക്കൂ, നമ്മുടെ ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിൽ ഇപ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്താണെങ്കിലും അവിടെ ആൾക്കാർ സമ്മതിക്കുന്നത് മുഴുവനും മുനമ്പത്തിനെ ഉദാഹരണമാക്കിക്കൊണ്ടാണ്. കേന്ദ്രമന്ത്രി അടക്കം മുനമ്പത്തിനെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, എറണാകുളത്തുള്ള കോൺഗ്രസിന്റെ MP ആയിട്ടുള്ള ശ്രീ ഹൈബി ഈഡൻ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക? മുനമ്പത്തുള്ള ആൾക്കാരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ, അതോ ഇത് നിങ്ങൾ രാഷ്ട്രീയ പ്രശ്നമായിട്ടാണോ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് കേന്ദ്രമന്ത്രി ശ്രീ കിരൺ റിജിജു, അദ്ദേഹമാണ് നിയമമന്ത്രി, അദ്ദേഹമാണ് ഈ വിഷയം കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നത് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കും എന്നാണ് പറയുന്നത്. ഈ നിയമം പാസ്സാക്കുന്നതോടുകൂടി അത് പരിഹരിക്കപ്പെടും എന്നാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, NSSന്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, അതെല്ലാം തന്നെ വാലിഡ് ആണ്, ജസ്റ്റിഫൈഡ് ആണ്. കാരണം മുനമ്പത്തുള്ള ആൾക്കാരുടെ പ്രശ്നം പരിഹരിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന, അവരോടൊപ്പം നിൽക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് നിലവിൽ കേരളത്തിലുള്ളത് BJP ആണ്. അപ്പൊ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇവിടെ ക്രിസ്തീയ സഭകൾ, നമുക്കറിയാം മണിപ്പൂർ വിഷയമൊക്കെ നടക്കുന്നുണ്ട്, ആ സമയത്തൊക്കെ തന്നെ ക്രിസ്തീയ സഭകൾ BJPക്ക് എതിരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം വന്നിരുന്നു. പക്ഷേ കേരളത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ BJP ആണ് അവരോടൊപ്പം നിൽക്കുന്നത് എന്ന തിരിച്ചറിവിലാണ് കഴിഞ്ഞ ദിവസം KCBC ഉൾപ്പെടെയുള്ള വിവിധ ക്രൈസ്തവ സംഘടനകൾ BJP കൊണ്ടുവന്നിരിക്കുന്ന ഈ കേന്ദ്ര നിയമത്തിന് പിന്തുണ നൽകുന്നത്. തന്നെയുമല്ല, മുനമ്പത്തുള്ള ആക്ഷൻ കൗൺസിൽ ഉണ്ട്, അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഈ സമരരംഗത്തുള്ള ആൾക്കാരും ഈ നിയമം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പാസ്സാക്കുന്ന സമയത്ത് ആഘോഷിക്കുകയാണ് മുനമ്പത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം അത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന രീതിയിലേക്ക് ഇവർ ചിന്തിക്കുകയാണ്. കാരണം നിലവിലെ അവരുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അവരെവിടെ പോകണം? ഈ വഖഫ് ബോർഡ്, വഖഫ് ട്രിബ്യൂണൽ ഇവരുടെ മേഴ്സിക്ക് കാത്തു നിൽക്കുകയാണ്. അതിനു പകരം നമ്മുടെ നാട്ടിലെ സിവിൽ കോടതികൾ പരിഹരിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും കോടതികൾക്ക് അവരോടൊപ്പം നിൽക്കാനേ കഴിയുകയുള്ളൂ. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിന്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ലീസായിട്ട് ഒരാളിന് കിട്ടുന്ന ഭൂമി, നിങ്ങളുടേതല്ലാത്ത ഭൂമി, ലീസിന് കിട്ടുന്ന ഭൂമി എന്ന് പറയുന്നത് ആ ലീസ് എടുക്കുന്ന ആളിനല്ലല്ലോ. അപ്പൊ നിങ്ങളുടേതല്ലാത്ത ഭൂമി നിങ്ങൾ എങ്ങനെയാണ് വഖഫ് ആക്കുക എന്നിടത്ത് വെച്ച് ഈ മുനമ്പത്തെ ഭൂമിയിലേക്കുള്ള വഖഫ് ക്ലെയിം എന്ന് പറയുന്നത് പൊളിഞ്ഞു വീഴും. പിന്നീട് അതിന് കൂടാതെ അതൊരു സിവിൽ കോടതി പരിഹരിക്കുകയാണ്, അത് മതപണ്ഡിതരല്ല പരിഹരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുതുക്കിയിരിക്കുന്ന നിയമത്തിൽ വന്നിരിക്കുന്ന സെക്ഷൻ 2 ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മുനമ്പത്തെ പ്രശ്നത്തിനെ ശാശ്വതമായി പരിഹരിക്കുന്നതിന് കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇപ്പോൾ ശ്രീ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇതിന് ഉണ്ടോ? ഇല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നിയമം വരുന്ന സമയത്ത് ഇതിന് മുമ്പുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് സെക്ഷൻ 2 വഴി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലോസ് ട്രസ്റ്റുകളുമായി ബന്ധപ്പെട്ട്, രണ്ടാമത് സെക്ഷൻ 40 നേരത്തെ ഉണ്ടായിരുന്നത് എടുത്തു കളയുമ്പോൾ വഖഫ് ബൈ യൂസർ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കണ്ടീഷനും കൂടി ഇല്ലാതാകുമ്പോൾ കുറേയധികം പ്രശ്നങ്ങൾ ബാക്ക്ഡേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ കൂടി പരിഹരിക്കപ്പെടുന്നുണ്ട്. പുതുതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഇതുവരെ തർക്കങ്ങൾ ഇല്ലാതിരുന്ന വിഷയങ്ങളിലൊക്കെ തന്നെയാണ് വഖഫ് ഭൂമിയായിട്ട് തന്നെ തുടരുന്നത്. പക്ഷേ ലീഗലായിട്ടുള്ള ആർബിട്രേഷൻ നിലനിൽക്കുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരുപക്ഷെ ഈ നിയമത്തിന്, വഖഫ് നിയമത്തിന് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യം ഇല്ലാതിരിക്കുകയും അതൊക്കെ തന്നെ പരിഹരിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള സിവിൽ കോടതികളായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ സർക്കാരിന്റെ പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ ഈ വിഷയം പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇടപെടൽ നടത്തിയിരിക്കുന്നത് BJP ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ഈ KCBC അടക്കമുള്ള പല സംഘടനകളും മുനമ്പത്തുള്ള സമരത്തിൽ നിൽക്കുന്ന പല ആൾക്കാരും ഇന്ന് BJP കൊണ്ടുവന്നിരിക്കുന്ന കേന്ദ്ര നിയമം പാസ്സാക്കുമ്പോൾ അതിനെ ആഘോഷപൂർവ്വം അവരതിനെ സ്വീകരിക്കുന്നത്. പിന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വളരെ റെലവന്റ് ആണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്? നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങളോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണോ? അങ്ങനെ പറഞ്ഞതിന് ശേഷം പാർലമെന്റിൽ പോയി നുണ പറയുന്ന ആൾക്കാരാണോ? ഇപ്പൊ നമ്മളറിയാമല്ലോ, കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട UDF നേതാക്കൾ ശ്രീ KC വേണുഗോപാൽ അടക്കം, ശ്രീ ഹൈബി ഈഡൻ അടക്കം, അല്ലെങ്കിൽ ശ്രീ NK പ്രേമചന്ദ്രൻ അടക്കം ഒക്കെ തന്നെ അവിടെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം തന്നെ ഒരു മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് എന്നും ജനാധിപത്യ രഹിതമാണ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട്, മതസ്വാതന്ത്ര്യത്തിന് വിഘാതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഈ നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾ അപരിവൽക്കരിക്കപ്പെടുന്നുവെന്നും മുസ്ലിങ്ങളുടെ വോട്ടവകാശം വരെ ഇല്ലാതെയാകുന്നു എന്നൊക്കെ പെരും നുണ പറയുന്ന നിരവധി നേതാക്കന്മാർ അവിടെയുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ പാർലമെന്ററി ഡിബേറ്റിന്റെ ഭാഗമായിട്ട് രേഖകളാവുകയാണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കാണുകയാണ്. അപ്പൊ ആരാണ് പാർലമെന്റിൽ നുണ പറഞ്ഞത് എന്നത്
ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതെല്ലാം തന്നെ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ ആൾക്കാർ കാണുന്നുണ്ട്. ഓരോ പാർട്ടിയുടെയും നേതാവിന്റെയും അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മുടെ വയനാട്ടിൽ നിന്നുള്ള MP ആയിട്ടുള്ള ശ്രീമതി പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ഹാജരായിരുന്നില്ല. അവരുടെ ഏതോ ഒരു സുഹൃത്തിന് വയ്യാത്തത് കൊണ്ട് അവരെ സന്ദർശിക്കാൻ പുറത്തു പോയിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ശരി, അവർക്ക് ഒഴിച്ചുകൂടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരവിടെ നിന്ന് മാറി നിൽക്കുന്നു, സമ്മതിക്കുന്നു. പക്ഷേ എങ്കിൽ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട്, ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായം എന്താണ്? ആ അഭിപ്രായം കോൺഗ്രസിന്റെ അഭിപ്രായം തന്നെയാണോ? ഇവിടെയാണ് അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ചർച്ചകളിൽ അവർ പങ്കെടുത്തിട്ടില്ല, വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടില്ല, വിപ്പ് പാലിച്ചിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ടുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. അപ്പൊ കോൺഗ്രസിന്റെ അഭിപ്രായം തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അതെ, രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ നിന്നുള്ള ഒരു MP, ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു MP അഭിപ്രായം പറയുമ്പോൾ അല്ലെങ്കിൽ പറയാതിരിക്കുമ്പോൾ അവരുടെ ഈ വിഷയത്തിലെ നിലപാട് അവരാരോടൊപ്പമാണ്? ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്ന രീതിയിലത്തേക്കാണ് കോൺഗ്രസ് പറയുന്നത്. അപ്പൊ മുസ്ലിം വിരുദ്ധമാണ് എങ്കിൽ പ്രിയങ്ക ഗാന്ധി പറയേണ്ടത് എന്താണ്? വോട്ട് ചെയ്തില്ല വേറെ കാര്യം, പക്ഷെ പറയേണ്ടത് എന്താണ്? ഞാൻ ഈ നിയമത്തിനെ എതിർക്കുന്നു, കാരണം ഇത് മുസ്ലിം വിരുദ്ധമാണ്. അപ്പോൾ നമുക്കറിയാം സഭയുടെ പ്രതികരണം ഉണ്ടാകും. സഭ ഇപ്പോൾ എന്ത് ചെയ്യും? സഭ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സംസാരിക്കേണ്ടി വരും. കാരണം ഈ നിയമത്തിനെ എതിർക്കാൻ പാടില്ല എന്നും നമ്മുടെ നാട്ടിലുള്ള എല്ലാ MP മാരും ഈ നിയമത്തിനെ അനുകൂലിക്കണമെന്നുമാണ് സഭ നിലപാടെടുത്തത്. വിവിധ സംഘടനകൾ നിലപാടെടുത്തിരിക്കുന്നത് അങ്ങനെയാണ്, വിവിധ സഭകൾ, സംഘടനകൾ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് അവരോട് എന്ത് മറുപടി പറയാനുണ്ടാകും? അപ്പൊ ഇതിൽ ആബ്സ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, ഇതിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ മുസ്ലിം വിരുദ്ധമാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ എതിർക്കുന്നു എന്നതും വരുന്നില്ല. മറിച്ച് സഭകൾ പറയുന്ന കാര്യത്തിനോടൊപ്പം തന്നെ ഞാൻ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവരോടൊപ്പം അല്ല ഞാൻ എന്ന് പോലും ഞാൻ പറയുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു കംപ്ലീറ്റ് ന്യൂട്രാലിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിനെ നയിക്കേണ്ടുന്നത് എന്ന് പറയപ്പെടുന്ന, അങ്ങനെ ആഘോഷിക്കപ്പെടുന്ന നേതാക്കന്മാർ പ്രധാന വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അഭിപ്രായം പറയാതിരിക്കുകയാണോ, അതിൽ ജനാധിപത്യപരമായിട്ട് ഇടപെടാതിരിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ നാട്ടിലെ 20 വോട്ടുകളുണ്ടല്ലേ, നമ്മുടെ MP മാർ ലോക്സഭയിലുള്ള 20 പേര് 20 വോട്ടുകളുണ്ട്. ആ 20 പേരുടെ വോട്ടുകൾ ഇങ്ങനെയുള്ള ഒരു നിയമനിർമ്മാണത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയുന്നതിനും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഉൾപ്പെടെ അറിയുന്നതിനും ഈ നാട്ടിലുള്ള ഉള്ള ആൾക്കാരാണ് ഇവിടെ അവരെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അപ്പൊ അവരോട് ഈ പാർലമെന്റിൽ ഇല്ല എങ്കിൽ പോലും മറുപടി പറയുന്നതിനുള്ള ബാധ്യത പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള നേതാക്കന്മാർക്കുണ്ട്. ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പ്രസക്തി. കാരണം പാർലമെന്റിൽ പോയി നുണ പറയുന്നത് ആരാണ്? ഇവിടെ നിങ്ങളോടൊപ്പം ശരിക്കും നിൽക്കുന്നത് ആരാണ്? ഈ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ആരാണ് എന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുടെ പ്രീണന രാഷ്ട്രീയം ആൾക്കാർക്ക് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് എന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നതിന്റെ പൊരുൾ അവിടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഖില, വ്യക്തമാണ് സാർ. ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. നന്ദി അഖില. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.